ഹലോ ഗൈസ്, എല്ലാവർക്കും ദിൽഷാദ് ഫിറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ബാക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് മുന്നേ നമ്മൾ മീൽ എടുക്കുകയാണ്. വർക്കൗട്ട് മീൽ എടുക്കണം. എഗ്ഗാണ് ഞാൻ എടുക്കുന്നത്. കണ്ടോ, 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എഗ് വൈറ്റ് ഒരു ഉണ്ണി ഉണ്ടാവും അതിൽ. അത് നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാമപ്പ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണിത് പോകുന്നത്, കാരണം മുന്നേ ഈ വാമപ്പൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വളരെ ലോ ലെവലിൽ, അതായത് പതുക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് വാമപ്പ് സെക്ഷനൊക്കെ ഇത്തിരി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു വർക്കൗട്ടിൽ നമ്മൾ നന്നായിട്ട് വാമപ്പും കാര്യങ്ങളും ജോയിൻറ്റ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാമപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടും ഒരു വർക്കൗട്ട് അത് പൂർണ്ണതയിലേക്ക് എത്തില്ല. ഓക്കെ, അത്യാവശ്യം നമ്മൾ കുറേ ആക്ഷൻ മൂവ്മെൻറ്റുകളൊക്കെ കൊടുത്ത് ഒന്ന് ആക്റ്റീവ് ആക്കണത്, നമ്മുടെ മസിലും കാര്യങ്ങളും ഏത് മസിലാണോ നമ്മൾ ചെയ്യാൻ പോണത് അതൊന്ന് ആക്റ്റീവ് ആക്കണത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളപ്സ് ആണ് ചെയ്യുന്നത്. ഫ്രീ വെയ്റ്റിലല്ല ചെയ്യണത്. ഞാൻ വെയിറ്റ് ഇട്ടിട്ടാണ്, ഇങ്ങനെ മെഷീൻസിലാണ് ഞാൻ പുള്ളപ്പ് ചെയ്യാറ്. അങ്ങനെ ഞാനൊരു 12 നമ്പർ ഞാൻ പുള്ളപ്പ് അടിക്കുന്നുണ്ട്. ഓക്കെ, പുള്ളപ്പിൻ്റെ യഥാർത്ഥ പൊസിഷൻ ബാക്ക് നന്നായിട്ട് പമ്പ് ചെയ്യുന്ന രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ, കുറച്ച് സ്പീഡിൽ കാണിക്കണതാണ് കേട്ടോ, ഞാൻ സ്പീഡിൽ അടിക്കണതല്ല അത്. ഓക്കെ ഓക്കെ നമ്മൾ ഫസ്റ്റ് ലാറ്റ് പുൾ ഡൗൺ വൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, 1 2 3. ഓക്കെ, എൻ്റെ മൂവ്മെൻറ്റ് കണ്ടില്ലേ, നമ്മൾ ബാക്ക് എപ്പോഴും ഫോക്കസ് ചെയ്തിട്ട് വേണം ഈ ലാറ്റ് പുൾ ഡൗൺ മസിലിൻ്റെ വർക്കൗട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ല ബാക്ക് സ്ട്രോങ് ആക്കാനും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഈ വർക്കൗട്ട്. അപ്പോൾ നമ്മുടെ ഈ ബാക്ക് കുറച്ച് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് ചെസ്റ്റ് വിരിച്ച് വെച്ചിട്ട് നമ്മൾ അപ്പർ ചെസ്റ്റിലേക്ക് വലിച്ചിട്ടാണ് ഈ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് കയറ്റാം. ഓക്കെ, അതിനു മുന്നേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ചെയ്യണ എൻ്റെ കുറച്ച് പോരായ്മകൾ വീഡിയോസിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഇനിയും വെയിറ്റ് അടുത്ത് കയറ്റി നെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. വെയിറ്റ് ഓരോ സെറ്റ് കഴിയുമ്പോഴും നമ്മൾ കൂട്ടി കൊണ്ടുവരണം. ഓക്കെ, സെക്കൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി, പൊസിഷൻ കറക്റ്റ് ചെയ്യുക. ലാറ്റ് പുൾ ഡൗൺ എൻഗേജ് ചെയ്തിട്ട് ചെസ്റ്റ് വിരിച്ച് വെച്ചിട്ട്. ഓക്കെ, നല്ല സ്ട്രോങ്ങിൽ വലിച്ച് അത് പതുക്കെ റിലീസ് ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് സ്ട്രെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു വി ഷേപ്പും നല്ലൊരു നമുക്ക് പുറം വിരിയാനും നല്ലൊരു വർക്കൗട്ടാണിത്. ഓക്കെ, ഈ വർക്കൗട്ടിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പല ആംഗിളിലും ഞാൻ ക്യാമറ വെച്ച് ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യണത്. ഓക്കെ, ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, ഞാൻ വീണ്ടും പറയുവാണ്. ഓക്കെ, തേർഡ് സെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വെയിറ്റ് കൂട്ടി വീണ്ടും ഇതുപോലെ ചെയ്യുക. ഓക്കെ, ഇത്തരത്തിലുള്ള 4 സെറ്റാണ് ഞാൻ ബാക്ക് വർക്കൗട്ടിൽ ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഭാഗങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് കണ്ട് അതൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഇങ്ങനത്തെ മാക്സിമം 2 സെറ്റിൽ വർക്കൗട്ടുകൾ കാണിക്കിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വിടുന്നത്. നമ്മൾ പോസിങ് ചെയ്യും വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. എപ്പോഴും ഒരു പോസിങ് ചെയ്യണത് നന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലാറ്റ് പുൾ ഡൗൺ നമ്മൾ ഫ്രണ്ട് അടിച്ചു. ഇനി ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു, ഗ്രിപ്പ് സെറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ ഇരുന്ന പൊസിഷനിൽ തന്നെ സെയിം ഇരിക്കുക. എന്നിട്ട് നമ്മൾ കണ്ടില്ലേ ഇതുപോലെ ബാക്കിലേക്ക് പുൾ ചെയ്യുക. വിങ്സ് നന്നായിട്ട് എൻഗേജ് ആവണം. വലിക്കുക, സ്ലോ മോഷനിൽ തിരിച്ച് റിട്ടേൺ പോവുക. സ്ലോ മോഷൻ മീൻസ് അത്രയും സ്ലോവിലല്ല, നമുക്കൊരു സ്ട്രെച്ച് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ വർക്കൗട്ടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു വർക്കൗട്ടാണ് ഈ വർക്കൗട്ട്.
ഓക്കെ, ഫസ്റ്റ് സെറ്റ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ അടുത്ത് പിള്ളേർ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കും, വർക്കൗട്ട് എങ്ങനെയാണ് അതൊക്കെ കാണിച്ചു കൊടുക്കും. ഓക്കെ, നമ്മൾ അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ, ബാക്കിനുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ മൈൻഡും മസിലും കണക്ഷൻ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ. നമുക്ക് ബാക്ക് എങ്ങനെ വരണം എന്നുള്ളൊരു ധാരണ. വി ഷേപ്പാണ് നമുക്ക് ശരിക്കും, പുറം വിരിഞ്ഞൊരു വി ഷേപ്പ് കട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പുള്ള് ചെയ്യുന്നു, റിലീസ് ചെയ്യുമ്പോൾ പതുക്കെ റിലീസ് ചെയ്യുന്നു. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്ട്രെച്ച് വരികയും നമുക്ക് നല്ല ഷേപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. കണ്ടോ, ആ ഒരു മസിൽ മൈൻഡ് കണക്ഷൻ അവിടെ ആക്റ്റീവ് ആവുന്നുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻ്റായിട്ട് അറിയിക്കാം. എന്തെങ്കിലും എനിക്കിതിൽ ചെയ്യുന്നതിൽ ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും. മീൻസ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എനിക്ക് വലിയ വശമൊന്നുമില്ല, എന്നാലും ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും എനിക്കും വേണ്ടിയിട്ടും. ഓക്കെ, നമ്മൾ തേർഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ അധികം നീട്ടിയിട്ടൊന്നും ഇതാക്കുന്നില്ല വീഡിയോ കേട്ടോ. ഞാനത് ഒരു രീതിക്ക് നിർത്തി ഒരു 3 സെറ്റ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. ചിലപ്പം 3 സെറ്റും കാണിക്കില്ല. വർക്കൗട്ട് കാണിച്ചിട്ട് അധികം ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വീഡിയോ ഷോർട്ട് ചെയ്യുന്നതായിരിക്കും. എഡിറ്റിങ്ങിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും നിങ്ങൾ എന്നെ അറിയിക്കണം, എന്നാലേ എനിക്കത് അറിയുള്ളൂ. ഓക്കെ, നമ്മൾ ഒരു സെറ്റും കൂടിയും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു പൊസിഷനും ആ ബാക്കിൻ്റെ വിരിവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ബോഡീനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് പോസ് ചെയ്യുക. കണ്ടോ, നമ്മൾ ബാക്കൊക്കെ ഒന്ന് സ്ട്രെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം തന്നെ വരും. കണ്ടില്ലേ, ഞാൻ എൻ്റെ ബാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വി ടാപ്പർ പോലെ നിൽക്കണ കണ്ടില്ലേ. ഓക്കെ, ഇതുപോലെയുള്ള ബാക്കാണ് നമുക്ക് ആവശ്യം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീറ്റ് ഡ്രോ ആണ്. സീറ്റ് ഡ്രോ ആണ് ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു. നമ്മൾ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ചെയ്ത് തരണം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളോട് കുറേ പേര് പിന്നെയും ഓരോന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ കാലുകൾ ആദ്യമേ വെച്ച് ആ പ്ലാറ്റ്ഫോമിൽ കറക്റ്റ് വെച്ചതിന് ശേഷം ചെറിയൊരു ബെൻഡ് കാൽമുട്ടിന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് അപ്പ് ചെയ്ത് വെച്ച് ബാക്ക് സ്ട്രൈറ്റ് ചെയ്യുക. ചെസ്റ്റ് അപ്പ് ചെയ്ത് വെച്ച് ലോവർ അബ്ഡമിനിലേക്ക് വലിക്കുക. കണ്ടോ, ഇതുപോലത്തെ ഗ്രിപ്പോ അല്ലെങ്കിൽ ലെങ്ത്തുള്ള നമ്മൾ ഗ്രിപ്പോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും കൂടി എഫക്റ്റ്, ബാക്ക് നന്നായി സ്ട്രെച്ച് ആവാൻ ഇത് വളരെ ഉപകാരപ്പെടും. കണ്ടോ, ഇതും ഞാൻ 4 സെറ്റാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പല ആംഗിളിലുള്ള വീഡിയോസ് ഉണ്ട്, അത് ഞാനിതിൽ കാണിക്കാം. ഓക്കെ, സെക്കൻഡ് സെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഓരോ ആംഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടിയും അതിൻ്റെ മൂവ്മെൻറ്റും ഇതെങ്ങനെയാണ് ആ വർക്കൗട്ട് വരിക എന്നുള്ളൊരു ധാരണ കിട്ടും. നമ്മളിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്ക് വരുമ്പോൾ സ്ട്രൈറ്റ് ചെയ്യുക, എല്ലാം സ്ട്രൈറ്റ്. എന്നിട്ട് ഒന്ന് സ്ട്രെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവുന്നതാണ്. ആ മസിലൊക്കെ ഒന്ന്, മസിൽ ടിഷ്യൂസിനും ഫൈബേഴ്സിനൊക്കെ ഒന്ന് ഒരു സ്ട്രെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇടയ്ക്ക് അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് പോസ് ചെയ്ത് നോക്കാം. കണ്ടോ, ബാക്ക് കണ്ടോ നിൽക്കണത്, ഇതുപോലൊരു ടാപ്പർ അടിച്ച പോലെ ആയിരിക്കണം നമ്മുടെ ബാക്ക് നിൽക്കേണ്ടത്. ആ രീതിയിൽ മൈൻഡ് മസിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം നമുക്ക് എപ്പോഴും. നമ്മൾ ഇനിയും ഒരു വെയിറ്റും കൂടിയും അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് ഒരു തേർഡ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ അടുത്ത സെറ്റ് ചെയ്യാൻ പോവാണ്. വെയിറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഓരോ ആംഗിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മസിൽ മൈൻഡ് കണക്ഷനും നമ്മുടെ മസിലിൻ്റെ ഹൈപ്പർട്രോഫി അതൊക്കെ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കണേലും അതുപോലെ തന്നെ എഡിറ്റിലും അത്ര വലിയ ആളൊന്നുമല്ല. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണത്. എങ്കിൽ പിന്നെ നമ്മൾ 4ാമത്തെ സെറ്റും കൂടിയും ചെയ്യാം. ഓക്കെ, പൊസിഷൻ എടുത്തു, ഗ്രിപ്പ് സെറ്റ് ചെയ്തു, വലിക്കുക. 1 2 3 4 5 6. Come on, easy, come on.
7 8 9. കൂടുതലും നമ്മളെ മുട്ട ഓവറായിട്ട് ബെൻഡായിട്ട് പോകാനോ വൈഡിലേക്ക് പോകാനോ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബാർ റോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ. ടി ബാർ. ഓക്കെ, ഇപ്രകാരം മുട്ട് കുറച്ച് ബെൻഡ് ചെയ്ത് വെച്ച് നമ്മൾ നട്ടൽ സ്ട്രൈറ്റ് ചെയ്ത് വെക്കുക, ചെസ്റ്റ് അപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ലോവർ ചെസ്റ്റിലേക്ക് ഇറക്കുക, അല്ലെങ്കിൽ ലോവർ അപ്പർ അബ്ഡമനിലേക്ക് എത്തിക്കുക. ഒരു കാരണവശാലും നമ്മൾ ഈ റാ പോലെ നമ്മുടെ നട്ടൽ നിൽക്കാൻ പാടില്ല കേട്ടോ, ഡിസ്ക് ബൾജാവാൻ ചാൻസ് കൂടുതലാണ്, ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. വെയിറ്റ് കയറ്റിയിട്ടുണ്ട്. ഓരോ സെറ്റ് കഴിയുമ്പോഴും നമ്മൾ വെയിറ്റ് കയറ്റും കേട്ടോ. കണ്ടോ, മാക്സിമം നമ്മൾ സ്ട്രെച്ച് കൊടുക്കുക, മാക്സിമം ബാക്കിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്യുക. അത്ര വെയിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് റാ പോലെ വരാൻ പാടില്ല, മീൻസ് കുനിഞ്ഞ് വരാൻ പാടില്ല. കണ്ടോ, തല വല്ലാണ്ട് കുനിക്കാനും പാടില്ല. ന്യൂട്രൽ ലെവൽ വേണം നമ്മുടെ ഹെഡ് എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ സെറ്റ് നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചു ഗൈസ്. പോസ് ചെയ്ത് നോക്കാം. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കിട്ടുക, ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. കണ്ടോ, നമ്മുടെ ബാക്ക് നല്ലൊരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട്, ഞാൻ റെസ്റ്റൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല, ജസ്റ്റ് വല്ലാണ്ട് ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോ വേഗം എടുത്തങ്ങോട്ട് പോയേക്കണതാണ്. ഓക്കെ, നമ്മൾ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് സെറ്റായി. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്ക് എങ്ങനെ പൊസിഷൻ വരിക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കണ്ടില്ലേ, ഇതേ രീതിയിലായിരിക്കണം. നമ്മുടെ നട്ടെല്ലിലേക്ക് ഒരു കാരണവശാലും എഫേർട്ട് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽ മുട്ട് കുറച്ച് ബെൻഡ് ചെയ്ത് വെക്കുന്നത്. കണ്ടോ, തല വല്ലാണ്ട് ഉയർത്തി പിടിക്കുവാനോ താഴ്ത്തുവാനോ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ ആ സെറ്റും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെറ്റും 12 എണ്ണം വെച്ചിട്ടാണ് ചെയ്യണത്. ചിലത് വെയിറ്റ് കൂട്ടുമ്പോൾ നമ്മളത് റെപ്സ് നമ്മൾ കുറയ്ക്കാറുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും വെയിറ്റ് എടുക്കുമ്പോഴും വെയിറ്റ് വെക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് മുട്ട് ബെൻഡ് ചെയ്തിട്ട് എടുക്കാനും വെക്കാനൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ 4ാമത്തെ സെറ്റാണ് നമ്മൾ ചെയ്യണത്. ഞാൻ മാക്സിമം അത് സ്ട്രെച്ച് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ മൂവ്മെൻറ്റിലേക്ക് വരണത്. കൂടുതൽ വെയിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ലോഡ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ സെറ്റും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ തലൊന്നുമില്ല, അത് ഞാൻ സെൽഫായിട്ട് എടുക്കുന്ന കാരണം കൊണ്ട് കുറേ സാധനങ്ങൾ കട്ടായി പോവും, ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഓക്കെ, ഒന്നും അറിയാത്തവനാണ് എന്നെല്ലാവരും മനസ്സിലാക്കിയിട്ട് എനിക്ക് നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു ലെവൽ മാറ്റാൻ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോണ ഡംബൽ റോ ആണ്. അപ്പോൾ നമ്മളൊരു മിനിമം വെയിറ്റ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കണ്ടോ, ഒരു കാല് കയറ്റി വയ്ക്കുക, ഒരു കാല് പുറകിലേക്ക് വെച്ചിട്ട് ബാക്ക് വല്ലാണ്ട് ബെൻഡാവാത്ത രീതിയിൽ നന്നായിട്ട് സൈഡ് മാത്രം കണ്ടോ നന്നായി സ്ക്യൂസ് ചെയ്തുകൊണ്ട് കൊടുക്കുക. ഈ ആംഗിളിൽ നിന്ന് എടുക്കുന്ന കാരണം കൊണ്ട് എത്രത്തോളം അത് ക്ലിയർ ആവുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, അങ്ങനെ വെക്കുക. കൈ ഫ്രണ്ടിലൊന്ന് ജസ്റ്റ് സപ്പോർട്ട് കൊടുക്കണം. നന്നായി കണ്ടോ, വലിച്ചിട്ട് നമ്മൾ കണ്ടോ സ്ട്രെച്ച് അങ്ങോട്ട് വിട്ട് കൊടുക്കുക. കണ്ടോ, സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നല്ല സ്ട്രെച്ച് വരുമ്പോൾ നമുക്ക് നല്ല ബാക്കും കൂടി നമുക്കുണ്ടാവും. സ്ട്രെച്ചിലാണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെയാണ് വർക്കൗട്ട് നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് സെറ്റ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വെയിറ്റ് നോക്കണം, കാണാനില്ല. ഇവിടെ ഉണ്ട്, കിട്ടി. ഓക്കെ, ബാക്കിലെല്ലാം ഉണ്ടാ മാർക്ക്. കമോൺ, 1 2. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സെൽഫായിട്ട് വീഡിയോ എടുക്കുമ്പോഴൊരു പ്രത്യേകതയാണത്. പ്രത്യേകതയാണോ പ്രശ്നമാണോ എന്നറിയില്ല. ഓക്കെ, മസിൽ നന്നായിട്ട് എനിക്ക് വിങ്സ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. ഈ വർക്കൗട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും ഞാൻ ചെയ്യും കേട്ടോ. നമ്മുടെ ആ ഫോം കണ്ടില്ലേ, ബാക്കും കൂടി വരുമ്പോണ്ടല്ലോ, സെക്കൻഡറി നമ്മുടെ ശരിക്കും ബൈസെപ്സും കൂടി സെക്കൻഡറി മസിലായിട്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ആക്റ്റീവ് ആവും, നമ്മൾ ബൈസെപ്സിനും കൂടിയും
ഇത് വരും, ലോഡ് വരും ഇതിൽ. ഓക്കെ, ഞാൻ നന്നായിട്ട് അങ്ങോട്ട് സ്ട്രെച്ചാക്കിയിട്ട് കൊടുക്കും ബാക്ക്. എനിക്ക് അങ്ങനെ റിസൾട്ട് തോന്നാറുള്ളത് കൂടുതൽ. ഓക്കെ, വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് അവിടെ തന്നെ എടുത്ത് വെക്കണം കേട്ടോ. നല്ലൊരു ശീലമാണത്. നമ്മൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഹെവി വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഡംബിൾ റോ ഒക്കെ ചെയ്യുമ്പോഴേ, ഹെവി ഡംബൽ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ നോക്കണേ. ആണോ, അടുത്ത സെറ്റാണ് നമ്മൾ ചെയ്യണത്. ഞാൻ നല്ല ഹെവി വെയിറ്റിലാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അത്രയും തോന്നാറില്ല. ഓക്കെ, ഞാൻ അത് വല്ലാണ്ട് അങ്ങോട്ട് സ്പീഡിലടിച്ച് പോകണില്ല. നിങ്ങൾക്ക് ഇതിൽ ഇതിൽ നിന്ന് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും, നമ്മുടെ സ്ട്രെച്ചും കാര്യങ്ങളും എങ്ങനെയാണ് കൈ വരേണ്ടതും. ഓക്കെ, നല്ല പമ്പിങ് നമുക്ക് കിട്ടും. യെസ്, നമ്മൾ ഓവറായിട്ട് തലയൊന്നും പൊന്തിച്ച് പിടിക്കുകയോ അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിലിട്ട്. നമ്മളെങ്ങനെയാണ് ന്യൂട്രൽ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും തലയൊക്കെ വെക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് സ്ട്രെച്ച് കൊടുക്കും. കണ്ടോ, അപ്പോൾ നമ്മൾ ആ സെറ്റും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിച്ച് നമ്മുടെ വിങ്സിനുള്ള ബാക്കിനുള്ള വർക്കൗട്ട് നമ്മുടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്ത് നോക്കും. വർക്കൗട്ടിനിടയിലും പോസ് ചെയ്യും, വർക്കൗട്ട് കഴിഞ്ഞാലും പോസ് ചെയ്യും. ഇത് ചെയ്യുന്നത് വളരെ ഉപകാരം ഉണ്ടാവും കേട്ടോ നമുക്ക്. നമ്മൾ ഏതൊരു പാർട്സിൻ്റെ മസിലിനാണോ നമ്മൾ ചെയ്തത് അതൊന്ന് പോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കൂടുതൽ മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ വർക്കൗട്ട് കഴിഞ്ഞാലും ഏറ്റവും ലാസ്റ്റിൽ ഞാനിങ്ങനെ ഇതുപോലെ ഞാൻ പോസ് ചെയ്ത് നോക്കും. എന്നാലാണ് എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ പലർക്കും തോന്നും, ജിമ്മിലുള്ളവർക്ക് തോന്നും, ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് തോന്നും നമ്മൾ ഷോ കാണിക്കുകയാണ്. അങ്ങനെ പലരും ഉണ്ട്, അങ്ങനെ കാണിക്കുന്നവരുണ്ട്. എന്നാലും നമ്മളിത് ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ ചിലർക്കൊക്കെ തോന്നും, സ്വാഭാവികം. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ബോഡി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് നോക്കാം, ആസ്വദിക്കാം. നമുക്ക് നമ്മുടെ ബോഡി നോക്കിയിട്ടല്ല ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് കൂൾ ഡൗണിലേക്ക് വരികയാണ്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വയർപ്പൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച്, അത് നമ്മുടെ വർക്കൗട്ട് ചോദിക്കുക ആൾക്കാർ പയ്യന്മാർ വരും കേട്ടോ. എന്താണെന്നറിയണില്ല, പോസ് ചെയ്തിട്ടുകൊണ്ട് മതിയാവണില്ല. ഫ്രണ്ട് ബൈസെപ്സ് ഒന്ന് പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു, കാരണം ബൈസെപ്സും സെക്കൻഡറി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, വിങ്സൊക്കെ ഒന്ന് നന്നായിട്ട് പമ്പായിട്ടുണ്ട് കേട്ടോ. എന്നാൽ തടിയിൽ ശരിക്കും നല്ല പമ്പായിട്ടുണ്ട്. ആ ഫ്രെയിം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഉണ്ടോ, ബാക്ക് ഉണ്ടോ, ബാക്കിൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. നമ്മൾ നോർമൽ കൂൾ ഡൗൺ എക്സസൈസുകളൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ വർക്കൗട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇനിയും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വളരെ മികച്ച സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുവാൻ നിങ്ങൾ എന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജിം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയും അടുത്തൊരു ടോപ്പിക് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻ്റാണ് എൻ്റെ വിജയം. ഓക്കെ, താങ്ക് യു.